ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ മുസ്ലിമിൻ്റെ ആധിപത്യം അവിടെ ഭരണം വരാൻ പോകുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നാട് ഇവിടെ ഇപ്പോൾ ഭരണമില്ലാഞ്ഞിട്ട് അവർ ഭരണമൊക്കെ നിങ്ങൾ കണ്ടില്ലേ. 9.5 കൊല്ലം കൊണ്ട് പോയിട്ട് നഷ്ടപ്പെട്ടു പോയത്. ഇനി അടുത്ത പ്രാവശ്യം മുമ്പ് ഇതെല്ലാം കൂടെ പിടിച്ചെടുക്കണമെന്നാണ്. അവരൊക്കെ ഭരണത്തിൽ വന്നാൽ നമ്മളെല്ലാം ആത്മഹത്യ ചെയ്യേണ്ടി വരും. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നല്ല പേരാണ്. അവരുടെ ഒരു മതേതരമാണ് പാർട്ടിയാണെന്ന് പറഞ്ഞു. പേര് കേട്ടാൽ തന്നെ മുസ്ലിം കൂട്ടായ്മയാണ്. എന്നിട്ട് മതേതര പാർട്ടി എന്നാണ് പേരിട്ടിരിക്കുന്നത്. എല്ലാവരും വിളിക്കുന്നത് മതേതര പാർട്ടി. അവരുടെ കൂടി ഒരു MLA അവർ സ്ഥാനാർത്ഥി എടുത്തിട്ടുണ്ട്. അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരാളുണ്ടാകും. ഇവർ വർഗീയ പാർട്ടിയാണ്. ആ വർഗീയ പാർട്ടിക്കാണ് നമ്മൾ കുട്ടികളുള്ളത്. അവരുടെ കൂട്ടുപിടിച്ചിരിക്കുന്ന ഭാഗത്ത് ഏൽപ്പിച്ചാൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? അവരിരുന്ന കാലത്ത് ചെയ്തത് എന്താണ്? ഇനി വന്നാലുള്ള സ്ഥിതി വരുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപനങ്ങൾ കണ്ടില്ലേ? ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാനാണ് അവരുടെ മതരാഷ്ട്രമുള്ളവരാണ് അവരുടെ താല്പര്യം. അവരെന്ന് പറഞ്ഞാൽ സത്യത്തിൽ പറഞ്ഞാൽ നല്ല വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒട്ടാസ് സൈനൈഡാണ് ഈ ലീഗ് എന്ന് പറഞ്ഞാൽ. അത് തൊട്ട അപ്പം ചത്തുപോകും. അവർക്ക് മനുഷ്യത്വവും മര്യാദയും ഒരു വകതിനും അഴിയ പോയിട്ട്